ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകിട്ടുണ്ടെങ്കിൽ അണി റോസ് ആക്ട്രസ്സായിട്ടുള്ള അണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ തന്നെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എവിടെ പോയാലും തൻ്റെ പേര് ഉപയോഗിച്ച് തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ താൻ കേസ് കൊടുക്കും, ഇനി അതേ കണക്ക് ചെയ്താലൊന്നൊരു കാര്യമൊക്കെ ഭയങ്കര പൊയ്ക്കൊണ്ടിരുന്നൊരു സംഭവമാണ്. സോ ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേനും അതിനെ കേസ് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മീഡിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ, ആ ഇട്ട പോസ്റ്റിന് താഴെ കുറേ പേര് കമൻറ്റ് മോശമായിട്ട് ഇടാനും തുടങ്ങി. കാരണം ഇതിനെതിരെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ എന്തിനാണ് ഇട്ട്, നീ അങ്ങനെ ചെയ്തിട്ടല്ലേ, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്തു, അണി റോസ് അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോലീസിന് അയച്ചു കൊടുത്തു. സോ ഇതുപോലെ ഇവരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്, ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോലീസിന് അയച്ചു കൊടുക്കുകയും പോലീസ് എന്ത് ചെയ്തു, അതിൽ ഒരു വ്യക്തി, ഒരു 60 വയസ്സുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു, ഒരു പുരുഷനെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ അതോടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം ചില കമൻറ്റ് ബോക്സിൽ ഫേക്ക് അക്കൗണ്ടിലൊക്കെ ഓരോരുത്തരെ കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പോലീസ് ഇപ്പം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഇങ്ങനെ ഇരിക്കുമ്പോഴും ആ ഒരു വ്യക്തി ആരാണ്, അണി റോസ്, ആ പറഞ്ഞ വ്യക്തിക്കെതിരെ ഒന്നും കേസെടുക്കുന്നില്ലല്ലോ എന്നാണ് എല്ലാവരും കമൻറ്റും ഓരോ വീഡിയോസ് റിയാക്ഷൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ അപ്പോൾ അതൊരു ബോച്ചയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചും കുറേ അധികം പേരെന്ത് ചെയ്യുന്നത്, വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാൻ മടിയാണോ പോലീസിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ അണി റോസ് പറഞ്ഞൊരു കാര്യം ഇതുവരെ ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യരുത്, ഇനിയും ചെയ്യുവാണെങ്കിൽ തക്കതായിട്ടുള്ള നടപടിക്ക് ഞാൻ പോകുമെന്നൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നതെന്നാണ് അണി റോസ് പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയും കംപ്ലയിൻ്റ് എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഇനി ആരെങ്കിലും സോഷ്യൽ മീഡിയയുടെ താഴെ പോയി ഇതാണ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഹണി റോസിൻ്റെ ആ ഒരു അക്കൗണ്ടിൻ്റെ താഴെ അവർക്കെതിരെ കർശന നടപടി എടുക്കുകയാണ് പോലീസ് പറഞ്ഞേക്കുന്നത്. അതും രാവിലത്തെ ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലാണെങ്കിൽ കളിയാക്കുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റി മോശമായിട്ട് പറയുന്നതോ ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇപ്പോൾ ബാക്കിയുള്ളവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. സോ അതെന്ന് പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് കമൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി എന്തും പറയാമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ്. ആരും ചെയ്യരുത് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു അപ്ഡേറ്റ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചത്. ഓക്കെ, ബൈ.